പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവ് ബിജി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്റർ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3,500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവർ രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ 299ഉം ആണ് ഇവർ പറഞ്ഞത്. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV-യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. പിന്നെ ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിലെ MLA വ്യക്തിപരമായി അറിയുന്ന ആള് ഇതുപോലുള്ളൊരു വീഴ്ച. പിന്നെ GCDയുടെ സ്റ്റേഡിയം എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു സ്റ്റേഡിയമാണ്. അതിൻ്റെ ഗാലറിയിൽ ഇങ്ങനെ ഒരു കാര്യം ചേഞ്ചസ് വരുത്തുമ്പോൾ GCDയുടെ അനുമതി വളരെ പ്രധാനമാണ്, GCDയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ. ഇല്ല, നമ്മൾ ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ഡാൻസ് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് പോകുന്നവരോട് 3,500 രൂപയാണ് വാങ്ങിയത്. രജിസ്ട്രേഷൻ ഫീ ആണോ? ഫീ ആണെന്നാണ് ഇവർ പറഞ്ഞത്. റെസിപ്റ്റ് ഒന്നും തന്നിരുന്നില്ല. വസ്ത്രം ഫ്രീ ആയിട്ടാണെന്നാണ് പറഞ്ഞത്. ഇതില് നമുക്ക് സാരി സ്കൂളിൽ നിന്ന് തരുമായിരുന്നു. ഡാൻസ് സ്കൂളിൽ നിന്നാണോ? അതെ അതെ, ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. 2,000ഉം 1,600ഉം ആയിട്ടാണ് അവർ വാങ്ങിയത്. 2 പ്രാവശ്യം. അങ്ങനെ ഉണ്ടാവാം. കാര്യം ഇപ്പൊ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഡാൻസ് സ്കൂൾ ആയതുകൊണ്ട് ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു. അവരെന്നോട് ഇങ്ങനെയാണ് പൈസ വാങ്ങിയത്. വസ്ത്രം കൃത്യമായി അവർ പറഞ്ഞത് കല്യാൺ സിൽക്സ് തരുന്നു എന്നാണ് പറഞ്ഞത്. സാരി രജിസ്ട്രേഷൻ ഫീസ് ആണ് 2,000 എന്ന് പറഞ്ഞാണ്. നമ്മളത് മാസങ്ങൾക്ക് മുമ്പേ, ഇതിപ്പോ ഇന്നലെയോ ഇന്നോ കൊടുത്തതല്ല, മാസങ്ങൾക്ക് മുമ്പേ 2,000 കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും മേക്കപ്പ് കാര്യങ്ങൾ ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ആ ഗ്രൗണ്ടിൽ പോലും അത് കഴിഞ്ഞിരുത്തിയില്ല. കുട്ടികൾ 3-4 മണിക്കൂറാണ് ബസ്സിനുള്ളിൽ ഇരിക്കേണ്ടി വന്നത്. അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളിൽ ഞങ്ങൾ ആശങ്കയെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുള്ളത്, ഇവരെ സ്പോൺസേർഡ് പരിപാടിയാണ്, ഇവരാണ് ഒരുക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. എന്നിട്ട് വസ്ത്രത്തിന്റെ പൈസ പിന്നെ അവർ വീണ്ടും ചോദിക്കുകയും ചെയ്തു. അതും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ. ഇല്ല, ഇവര് മൃദംഗനാഥം എന്നാണ് ഈ പരിപാടിയുടെ പേരായിട്ട് പറഞ്ഞത്. പിന്നെ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഇന്നലെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഗിന്നസ് റെക്കോർഡ് ഇവർ ഉയർത്തി കാണിക്കുമ്പോഴാണ് നമ്മൾ അതിലെ പേരുകൾ പരാമർശിക്കുമ്പോൾ വ്യക്തികളുടെ പേരുകളാണ് അതിൽ എഴുതി വെച്ചിരുന്നത്. അപ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത്, നമ്മൾ ഇത്രയും ചെലവഴിച്ച് എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പിന് റെക്കോർഡ് വാങ്ങി കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ഇതിൽ എവിടെയാണ് പിഴവുകൾ? എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ. കല്യാൺ സിൽക്സ് വസ്ത്രം സ്പോൺസർ ചെയ്യുന്നല്ലേ ആദ്യം മുതലേ പറഞ്ഞു? അതെ അതെ. അപ്പൊ അതിന് പൈസ വാങ്ങരുതല്ലോ. പൈസ വാങ്ങിയിട്ടാണോ രജിസ്ട്രേഷൻ? അപ്പൊ പൈസ വേറെ ചോദിച്ചെന്തിനാ വസ്ത്രത്തിന്റെ ഉൾപ്പെടെ? സത്യത്തില് അതിൽ ഇപ്പൊ എനിക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ നമുക്കൊക്കെ അത്യാവശ്യം ഫ്രീ ആയിട്ട് തരേണ്ടതാണല്ലോ. അതെ അതെ. നിങ്ങൾക്ക് അതിന് വേണ്ടി കൂടാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടല്ലേ അവർ 3,500 മേടിച്ചത്. അതെന്താണെന്നാണ് വാഹന ക്രമീകരണം. ഒരു കുട്ടിക്ക് നമ്മൾ ഇത്ര വെച്ചു. ഇപ്പൊ ഒരു ബസ്സിൽ കുട്ടിയുടെ കൂടെ പേരന്റ് ഉണ്ട്, പേരന്റ് വേറെ പൈസ കൊടുക്കണമായിരുന്നു. ഒന്നിനും റെസിപ്റ്റ് ഇല്ല, ഒന്നിനും. ഇതുവരെ ഒരു റെസിപ്റ്റ് നമുക്ക് മൃദംഗനാഥം എന്ന പേരിലോ മൃദംഗ വിഷൻ എന്ന പേരിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പരിശോധിച്ചപ്പോൾ ഇതെല്ലാം വ്യക്തികൾ, ചില ഹോസ്പിറ്റാലിറ്റി ചില എന്താ പറയുക ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ എങ്ങനെയാണ് നമ്മളോട് പണം വാങ്ങി ഇവർക്ക് വാങ്ങി ചെയ്യാനുള്ള ഒരു അധികാരം ഇവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതെ അതെ അതെ. ഇവര് മേപ്പാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മൃദംഗ വിഷൻ എന്ന് മനസ്സിലാക്കിയത്. ഇതൊക്കെ ഇന്നലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഞാനടക്കമുള്ളത്. എങ്കിലും MLA യുടെ പരിക്കിലും ആശങ്കയുണ്ട്, പ്രാർത്ഥിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മാത്രമല്ല ഇത്രയും പേര് ഇവിടെ വരുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെ ആയിരുന്നോ, ഇവരപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാര്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പരിപാടി കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയാൽ ആരും ഇതിൻ്റെ പുറകെ ഇല്ലല്ലോ. ഇപ്പോൾ MLAക്ക് ഒരു അപകടം പറ്റിയതുകൊണ്ടല്ലേ നിങ്ങൾ പോലും ഇത്രയും പണം വാങ്ങിയ ഒരു പരിപാടിയാണെന്ന് അറിയുന്നത്. ഇല്ലെങ്കിൽ ആരും ഇത് അറിയാൻ പോകുന്നില്ല. വലിയൊരു റെക്കോർഡ് കിട്ടിയെന്നുള്ള അഭിമാനത്തിൽ ചിലപ്പോൾ നമ്മൾ പോലും അതിനെ ആഘോഷിച്ചേക്കാം. നിങ്ങളാരും ചോദിച്ചില്ലേ ഇപ്പോൾ കല്യാൺ സിൽക്സ് ഫുൾ സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങളുടെ അടുത്ത് വസ്ത്രത്തിന് പൈസ വാങ്ങിയപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു സംഘാടകർ? കല്യാൺ സിൽക്സ് വസ്ത്രത്തിന്റെ പൈസ വസ്ത്രം തരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഈ വസ്ത്രം പിന്നീട് നിങ്ങളുടെ അടുത്ത് സംഘാടകർ വസ്ത്രത്തിന് വേണ്ടി വേറെ പൈസ വാങ്ങിച്ചത് എന്തിനാണെന്ന് ചോദിച്ചിരുന്നു? 1600 രൂപ പിന്നീട് ചോദിച്ചപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തു. നമ്മുടെ വിചാരം ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാമാണ്, കേരളം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണെന്നൊക്കെയല്ലേ വിചാരിച്ചേ. സംഘാടകർ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് തമിഴ്നാടിന്റെ റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി കേരളം 12,000 നർത്തകരെ അണിനിരത്തിക്കൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കാൻ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് പറഞ്ഞത്. അതിൽ ദിവ്യ ഉണ്ണിയാണ് അത് ആദ്യം, വേറെ ആരോ ആണ് അത് ചിട്ടപ്പെടുത്തി അയച്ചിരുന്നത്. ഇടയിലാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തി ഇതിലേക്ക് വരുന്നത്. ദിവ്യ ഉണ്ണിയുടെ ഒരു ചിട്ടപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പാണ്. ആദ്യം വേറെ ആരോ ചിട്ടപ്പെടുത്തി, പിന്നെ അതിൽ മാറ്റം വരുത്തിയാണ് ദിവ്യ ഉണ്ണിയുടെ എൻട്രി എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ രക്ഷിതാക്കൾക്ക് കയറാനൊക്കെ വേറെ ടിക്കറ്റ് ചാർജ് വേണം. 149ഉം 199ഉം 299. ഒരാൾക്ക് 299. അതെ, അകത്ത് കയറാൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കയറണം, വേണം. അതും അവർ വാങ്ങിച്ചു. പരിപാടിക്ക് അവസാനം വേറെ വാഗ്ദാനം നൽകിയിരുന്നു, ഇൻഡിവിജ്വൽ സർട്ടിഫിക്കറ്റ് മറ്റു ലഭിക്കുമെന്നോ അങ്ങനെ പറഞ്ഞു. പക്ഷെ അതിന് വല്ലതും കുട്ടികളൊക്കെ അങ്ങോട്ട് കയറിയിരുന്ന ഇപ്പൊ എന്തായിരുന്ന അവസ്ഥ? ഇപ്പൊ ഇതുപോലെ ഒരു ഉറപ്പില്ലാത്തൊരു സ്റ്റേജിൽ ഇതിനകത്ത് എവിടേക്കോ പറ്റിയിട്ടുള്ള പാളിച്ചകൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെ ഒരു ആളെന്ന നിലയിൽ നമുക്ക് ആധികാരികമായി അതിന് പറയാൻ റൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുപരിപാടി എന്നുള്ള നിലയിൽ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം വിടുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പറ്റിയ പരിക്കിന് ഒരു അനുശോചനമോ കാര്യങ്ങളോ ഒക്കെ 2 ദിവസം കൊണ്ട് അങ്ങ് തീർന്നോ, പിന്നെ ഇതൊരു തീരാവേദനയായി അവസാനിക്കില്ലേ? അപ്പോൾ ഇതിനൊക്കെയാണ് പറയുന്നത് അതോറിറ്റികളുടെ ശ്രദ്ധ. എവിടെ നിന്ന് പെർമിഷൻ കിട്ടണം, എങ്ങനെ നടത്തണം എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോവാം. ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ, ആരും കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ. ഇല്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് സർട്ടിഫിക്കറ്റ് ഈവന്റിനാണ് ലഭിക്കുക സാധാരണ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് തരാന്ന് അവർ നേരത്തെ വല്ലതും പറഞ്ഞായിരുന്നു, വാഗ്ദാനം ചെയ്തായിരുന്നു? കുട്ടികൾക്ക് കൊടുക്കുന്ന എൻ്റെ മോൾ ഇന്നലെയാണ് പറഞ്ഞത്. ആക്ഷേപം കൂടി വരുന്നുണ്ടല്ലോ. കുട്ടികൾ അങ്ങനെ എനിക്ക് അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇവർ 4 മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് അവർ പെട്ടെന്ന് പുറത്താക്കി കുട്ടികളെ. കൊച്ചിക്ക് പുറമെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ തുകയ്ക്ക് പുറമെ വണ്ടിക്കൂലി മൊത്തമായിട്ട് എല്ലാമായിട്ടുണ്ട്. ഇപ്പൊ തൃക്കാക്കരയിൽ ഇവിടം വരെ എത്താൻ 500 രൂപയോ മറ്റോ നമ്മൾ കൊടുത്തായിട്ടാണ് എൻ്റെ ഓർമ്മ. കാസർഗോഡ് തൊട്ടുള്ള ആൾക്കാരോട് ഉണ്ടായിരുന്നു. ഞാൻ വന്നില്ല. കാര്യം എനിക്ക് ഇതിന്റെ ഉള്ളിൽ എൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ എനിക്ക് പരിചിതമായ സ്ഥലം, എൻ്റെ മകൾക്കും പരിചിതമാണ്. പിന്നെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. ടീച്ചറെ പറഞ്ഞത് ഇതാണ്, 3500 രൂപയാണ് നമ്മളോട് വാങ്ങിയത്. മൃദംഗനാദം എന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ വിളിച്ചിരുന്നു. ഇവര് രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇല്ല, ആരും കോണ്ടാക്ട് ചെയ്തു. അല്ല, സ്വന്തം ചെലവിൽ നമ്മുടെ സ്വന്തം ചെലവിൽ ഡാൻസ് സ്കൂൾ അറേഞ്ച് ചെയ്തു, നമ്മൾ പേ ചെയ്തതാണ്. അതെ, പെർ ഹെഡ്. രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കൊടുക്കണമായിരുന്നു. സീറ്റ് വെച്ച് പൈസ മേടിച്ച പോലെ. എൻ്റെ ഓർമ്മയിൽ 300-500 എന്താ, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ബുക്ക് മൈ ഷോ വഴി ഉണ്ടായിരുന്നു. അതെ. ഗാലറിയിൽ ഇരുന്നേ 149, താഴെ ഇരിക്കണമെങ്കിൽ 299. വണ്ടിയിലായിരുന്നു, റോഡിലായിരുന്നു. അതെ, കുട്ടികളെ പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇത്രയധികം പൈസ വാങ്ങിയിട്ട് മര്യാദയ്ക്ക് ഒരു സ്റ്റേജ് പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പോയത്. അതാണ്, കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ പേരിൽ മേടിച്ചത്. സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പരിമിതമായ അറിവിൽ സാധിക്കില്ലെന്നാണ്. പിന്നെ ഈ അതോറിറ്റികളുടെ എല്ലാം എഞ്ചിനീയറിംഗ് സെക്ഷനൊക്കെ വളരെ സ്ട്രോങ് ആണ് GCDയുടെ. ഇവിടെ GCDയിൽ കടമുറി എടുത്ത ആൾക്ക് ഒരു പെയിന്റ് മാറ്റി അടിക്കണമെന്നുണ്ടെങ്കിൽ GCDയുടെ പെർമിഷൻ വേണം. അത് മാത്രമല്ല ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയമാണ്. ഇവിടെ ഒരു ഗാലറിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കൊക്കെ വളരെ അളവുകളുണ്ട്. മാത്രമല്ല ഇനി ഇത്രയും VIP-കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് PWD എഞ്ചിനീയർ വരെ വന്ന് നോക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്.